പ്രിയപ്പെട്ടവരെ നോക്കൂ. കുണ്ടിയില്ലേ, കുണ്ടിയിലിട്ട് തരുമോ? എന്റെ ഫിയാൻസിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് എനിക്ക് കുണ്ടിയിലൊന്ന് ഇട്ട് തരുമോ മെഹന്തി? അവളുടെ ഫിയാൻസിക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി അവളുടെ കുണ്ടിയിൽ ഇട്ട് കൊടുക്കണമെന്ന്. കുണ്ടിയിലിട്ട് തരുമോ? പിന്നെയാണ് മെഹന്തിയാണ് ഇട്ട് കൊടുക്കേണ്ടതെന്ന് അവൾ വളരെ കൃത്യമായി എടുത്തു പറയുന്നത്. എനിക്ക് കുണ്ടിയിലൊന്ന് ഇട്ട് തരുമോ മെഹന്തി? എത്രയോ വർഷങ്ങളായിട്ട് പ്രാങ്ക് കോൾ ചെയ്യുന്നവരാണ് ഇവർ രണ്ടുപേരും, പ്രത്യേകിച്ച് അഞ്ജലി. അഞ്ജലിക്ക് ഈ കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് അറിയാൻ പാടില്ലാത്തൊന്നും അല്ലല്ലോ. എന്തായാലും ഇപ്പോൾ നിലവിൽ അഞ്ജലിയാണ് എയറിൽ കയറിക്കൊണ്ടിരിക്കുന്നതും നാട്ടുകാരുടെ മൊത്തം തെറിയും കേട്ടുകൊണ്ടിരിക്കുന്നതും. പക്ഷേ വളരെ സേഫ് സോണിൽ നിൽക്കുന്ന ഒരാളുണ്ട്. ഈ കുണ്ടിയെ വളരെ അനിർവചനീയമായും വളരെ അഭൗമമായും അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കൊച്ച്. കുണ്ടിയില്ലേ, അത് ഫ്രൈ ആവാൻ സാധ്യതയുണ്ട്. വെയിലത്ത് വെക്കുമ്പോഴില്ലേ അത് ചിലപ്പോ ഫ്രൈ ആയി പോകും. സത്യം പറഞ്ഞ ഈ പെങ്കൊച്ച് കുണ്ടിയുടെ ഹോൾസെയിൽ ഡീലറാ. ഇവിടെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കൊച്ചിനെ നമ്മൾ ആരും എന്താ എയറിൽ കയറ്റാത്ത? RJ അഞ്ജലി മാത്രം പോയാൽ മതിയോ എയറിൽ? ക്ഷമാപണം നടത്തിയ വീഡിയോയിൽ എന്തുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് അത് പോസ്റ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ടായാലും ഞാൻ വന്നില്ല എന്ന് ചോദിച്ചവർക്ക് വേണ്ടി ഞാൻ നാട്ടിലായിരുന്നു. ക്ഷമാപണം പറയുന്നതിന് പോലും ഈ കൊച്ചിന് എന്തുമാത്രം അഹങ്കാരമാണെന്ന് നോക്കിയേ. ഒരു കാര്യം ഞാൻ പറയാം, RJ അഞ്ജലിയുടെ പ്രാങ്ക് വീഡിയോസ് ഒക്കെ കണ്ട് ഞാൻ ഒരുപാട് സന്തോഷിച്ച് ചിരിച്ച ഒരാളാണ്. പക്ഷെ ഇതൊരിക്കലും അംഗീകരിക്കാനാവാത്ത ഒന്നാണ് RJ അഞ്ജലി. ഇത്തരത്തിലുള്ള വീഡിയോകൾ എടുക്കുമ്പോൾ ഇനിയെങ്കിലും മലയാളികളുടെ മനസ്സും ബോധവും അറിഞ്ഞ് ചെയ്യാനുള്ള ഒരു യുക്തി നിങ്ങൾക്കുണ്ടാവണം. ഓക്കെ അല്ലേ RJ അഞ്ജലി ആൻഡ് കുണ്ടിപ്പെണ്ണേ?